അല്ല ശരിക്കും അച്ഛനും മകനും പോലെ തന്നെ ഉണ്ട് ആ സിനിമയ്ക്ക്. ഞങ്ങൾ ലൊക്കേഷനിലായിരുന്നാലും അങ്ങനെ ആയിരുന്നു. കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ ലൊക്കേഷനിൽ നമ്മളെല്ലാവരും ഒരു ബോണ്ടായിരിക്കും, ഒരു സംസാരം, ഭയങ്കര സംസാരവും കളിയും ചിരി. പക്ഷേ ഇവിടെ ഈ നമ്മൾ വാഴ ലൊക്കേഷനിൽ നമ്മൾ അച്ഛൻ മക്കൾ അല്ലേ, നമ്മൾ പരസ്പരം അങ്ങോട്ടൊന്നും വലിയ സംസാരമില്ല. ആ മോർണിംഗ് അത്രേ ഉള്ളൂ. ഇദ്ദേഹത്തിന്റെ ഇത്രയും പ്രായമുള്ള ഒരു ആളുടെ വലിയ പ്രായമൊന്നും അച്ഛനായിട്ട് അഭിനയിക്കുമ്പോൾ എന്തായാലും ഒരു +2 ഒക്കെ ആയിട്ട് അഭിനയിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അസീസയ്ക്ക് ഒരു വിഷമം ഉണ്ടായിരുന്നു ആദ്യത്തിൽ. ഒരിക്കലില്ല. കാരണം നമ്മൾ ആക്ടറല്ലേ, നമുക്ക് എന്തും ചെയ്യാനുള്ള ഇപ്പം തന്നെ ഞാൻ നമ്മുടെ സെന്തിൽ കൃഷ്ണയല്ലേ, നമ്മുടെ രാജമണി സെന്തിൽ, ഞാൻ അവൻ്റെ ഒരു സിനിമ കണ്ടപ്പോൾ അവൻ അഭിനയിച്ചിരിക്കുന്നത് നിഷാദക്കാർ അച്ഛനായിട്ടാണ്. നിഷാദക്കാർ അച്ഛനായിട്ടാണ് ഞെട്ടിച്ചോളാം. ഞാൻ പടം കണ്ടു, ഒരു ഓഫ് മൂവി, ഓഫ് മൂവി കിട്ടിലും പെർഫോമൻസ് ആയിരുന്നു. അപ്പം അതൊന്നുമല്ല, നമുക്ക് കിട്ടുന്ന വേഷം നമ്മൾ ഭംഗിയാക്കാൻ നോക്കുക. ഞാൻ അച്ഛനാവാൻ നോക്കി, ഇപ്പം മകനാകാൻ നോക്കി. ദൈവാനുഗ്രഹം കൊണ്ട് രണ്ടും വിജയിച്ചു എന്നുള്ളതാണ്. ഷിജോയുടെ പടം 10-ാം തീയതി വരണ്ട, എങ്ങനെയുണ്ട് അതിന്റെ ഭരണമാസം? അത് അഭിമാനം എന്ന് പറയുന്നത് സത്യം പറഞ്ഞാൽ ഇപ്പോൾ പറഞ്ഞില്ലേ, നമ്മൾ സ്കിറ്റ് എഴുതിയൊക്കെ വന്ന് സ്കിറ്റ് ചെയ്ത് വരുന്ന, പക്ഷെ ഇന്ന് വരെ നമുക്ക് സിനിമയെക്കുറിച്ച് ചിന്തിക്കാൻ പോലും എഴുതാൻ പോലും ഒരു അവസരമല്ല, അതിനുള്ള ഇതുപോലെ നമുക്ക് കിട്ടിയിട്ടില്ല. പക്ഷെ ഈ റീൽ എന്ന് പറഞ്ഞാൽ അത്ര ചെറുതൊന്നുമല്ല. റീലിൻ്റെ കണ്ടന്റ് ഉണ്ടാക്കാൻ ഭയങ്കര ബുദ്ധിമുട്ട് തന്നെ. അത് ചെയ്ത് വന്നിട്ട് ഈ ഭരണമാസം പോലത്തെ, അതും ടൊവിനോയുടെ ഫസ്റ്റ് പ്രൊഡക്ഷനിലാണ്, അതും നമ്മൾ ബേസിൽ എന്നൊക്കെ പറഞ്ഞാൽ കിട്ടാൻ തന്നെ ഭയങ്കര പാടാണ്. അതിനൊക്കെ വെച്ചൊരു ശിവൻ, നമ്മളെ മിന്നൽ മുറിയിൽ അസോസിയേറ്റ് ഡയറക്ടറാണ് ശിവനാണ്. വിമാനം തന്നെയാണ് ചെറുക്കൻ്റെ പുറത്ത് തരും. അതൊരു വൻ വിജയമാകട്ടെ. കാരണം എന്ന് പറയുമ്പോൾ ഞാൻ ഇപ്പോൾ ഒരു സിനിമയുടെ ഇത് എനിക്ക് വന്നു. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞ് ഒന്ന് ജോമോനൊന്ന് സിജുവിനെ കിട്ടുമോ? ഞാൻ പറഞ്ഞത് ഞാൻ വിളിക്കില്ല, നിങ്ങളായിട്ട് വിളിക്കണം. കാരണം എന്ന് പറഞ്ഞത് പണ്ടത്തെ നമ്മളെ പോലെയൊന്നും അല്ല, വേറെ ഒന്നും ഉണ്ടല്ലോ. ഞാൻ പറഞ്ഞു എൻ്റെ അടുത്ത് വേണ്ട, ഞാനും ഡേറ്റ് വാങ്ങിച്ചു തരില്ല. നിങ്ങൾ അവനെ വിളിച്ചു, കഥ കേട്ടു, അവന് കഥ ഇഷ്ടപ്പെട്ടാൽ മാത്രമേ ഡേറ്റ് തരുള്ളൂ. ഞാനായിട്ട് അവന് ഡേറ്റ് ഒന്നും വാങ്ങി തരില്ല. ഞാൻ പറഞ്ഞു ഇപ്പോഴത്തെ പിള്ളേരൊന്നും അങ്ങനെ അല്ല. കാരണം വർക്ക് വളരെയധികം ആത്മാർത്ഥതയോടുകൂടി കൊണ്ടുപോകുന്നു. സത്യസന്ധമായിട്ട് പറയാം, ഇവനൊക്കെ അങ്ങനെ നോക്കുന്ന പയ്യന്മാർ, ഇവനല്ല എല്ലാവരും. നമ്മൾ ജോമാനായിരുന്നാൽ ഇപ്പോഴത്തെ വേറെ ലെവൽ. കാരണം അവർക്കൊത്ത് സത്യം പറഞ്ഞാൽ നമ്മൾ പോയേ പറ്റൂ, അല്ലെങ്കിൽ വീട്ടിൽ ഇരിക്കേണ്ടി വെച്ചു. 10-ാം തീയതി 3 പടം ഇറങ്ങുന്നുണ്ട്. മമ്മൂക്കിന്റെ ബസുക്കയും ജിംഖാന, മറ്റേ മരണം. ഏത് പടമായിരിക്കും ആദ്യം കാണാൻ? ഞാൻ 3 ഒരുമിച്ച് കാണും. എനിക്ക് പ്രത്യേക ഒരു കഴിവുണ്ട്. ഏതാണ് ഫസ്റ്റ് കാണാം അത് പറയാൻ പറ്റില്ല. ടിക്കറ്റ് ആരും കിട്ടും, അത് കാണും. ഒന്നിനും ടിക്കറ്റ് കിട്ടാതിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഞാൻ ടിക്കറ്റ് തരാം. മരണമാസം.